ഒരു സുദർശന യന്ത്രം അങ്ങോട്ട് കെട്ടിക്കോളൂ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു തകിടങ്ങ് തൂക്കിക്കോളൂ, 2000 രൂപ തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ഏലസ് ധരിക്കൂ എന്നൊക്കെ പറയും. ഞാൻ 100% ഉറപ്പിച്ച് പറയാം, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു പ്രയോജനം, നിങ്ങളുടെ കാശ് പോകും എന്നല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. നമസ്കാരം. കൈപ്പകശ്ശേരി വന ഗോവിന്ദൻ നമ്പൂതിരി. ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ അല്ലെങ്കിൽ നോക്കാൻ വരുമ്പോൾ തൊഴിൽപരമായ ദുരിതം മാത്രം സംസാരിക്കാൻ നിരവധി ആൾക്കാരെ കാണാറുണ്ട്. ചിലപ്പോൾ ബിസിനസ് ആവാം, കമ്പനികളാവാം, ജോലികളാവാം, എന്തോ ആവട്ടെ, തൊഴിൽ പ്രശ്നങ്ങൾ. അപ്പം ഈ തൊഴിൽ ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശരിക്കും ശാശ്വതമായ പരിഹാരം എന്താ? ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഒരുമിച്ചൊരു ഉത്തരങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ശരിക്കും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ 10ാം ഭാവം, അതാണ് തൊഴിൽ സ്ഥാനം. 10ാം ഭാവത്താരാണ്? 10ാം ഭാവാധിപൻ ആരാണ്? 10ാം ഭാവാധിപൻ എവിടെ നിൽക്കണു? അല്ലെങ്കിൽ 10ാം ഭാവത്തെ അംശകം ഏതാണ്? അല്ലെങ്കിൽ അംശകത്തിലെ 10ാം ഭാവം ഏതാണ്? ഇതൊക്കെ ഒന്ന് വിശദമായൊരു ജാതകം ആദ്യം പരിശോധിച്ചതിന് ശേഷം, ശരിക്കും ഇപ്പോഴത്തെ മാതാപിതാക്കൾ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. SSLC ഒക്കെ കഴിയുമ്പോൾ അവൻ ഏത് വിഷയം പഠിക്കണം, ഏത് രീതിയിൽ പോകണം, എങ്ങനെ പോകണം എന്ന് പഠിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് ജാതകം നോക്കി ഒന്ന് വ്യക്തമായിട്ട് ആ രീതിയിൽ കടത്തിവിട്ടാൽ അദ്ദേഹത്തിന് 100% തൊഴിൽപരമായി സക്സസ് ആണ്. ഇപ്പം കഴിഞ്ഞുപോയ കഥകളിൽ പലരും പല ഫീൽഡിൽ ചെന്നുപെട്ടു. അപ്പം അതിനകത്തൊരു കയറ്റം, ഒരു ഉയർച്ച, ഒരു കുറവ് വരുന്നു, അങ്ങനെ പലരും പറയാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം അങ്ങനെ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനറി ബിസിനസ് ചെയ്യുന്ന ആള്, അതല്ലെങ്കിൽ ജോലി ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണല്ലോ തൊഴിൽ പ്രശ്നം പറഞ്ഞത്. ഇപ്പം ബിസിനസ്സുകാരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ബിസിനസ്സിന് യോഗമുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കുക. ബിസിനസ് ഇപ്പം നിർത്താനും പറ്റില്ല എന്ന് വയ്ക്കുക. ബിസിനസ്സിന് യോഗം ഉണ്ടെങ്കിൽ ഏതൊക്കെ ഗ്രഹങ്ങളെ സ്വാധീനിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ്സിന് ഗുണം കിട്ടും, ആ ഗ്രഹങ്ങളുടെ ദേവന്മാരേത്, ദേവതമാരേത്, അവരെ കൃത്യമായി നിൽക്കുന്ന ദർശനവും പ്രാർത്ഥനയും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അതിൻ്റെതായ വ്യത്യാസം വരും. 2, ഈ തൊഴിൽ സ്ഥാപനം നിൽക്കുന്ന സ്ഥലം, ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഫീൽഡ്, ഇദ്ദേഹത്തിൻ്റെ പരദേവത, അവിടെയൊക്കെ വ്യക്തമായ വഴിപാടുകൾ കൃത്യമായി നിൽക്കുന്ന രീതിയിൽ ചെയ്തു വന്നാൽ അവർക്ക് തൊഴിൽപരമായ ഒരു പരിധി വരെയുള്ള ദുരിതങ്ങൾ മാറും എന്ന് മാത്രമല്ല, ആ ഗ്രഹപ്രാദോഷം കൂടെ വ്യത്യാസപ്പെടുത്തിയാൽ ഒരു 65-70% തൊഴിൽ പ്രശ്നം തീരും. എന്നാൽ അഥവാ ജോലി നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിലോ, അപ്പോൾ അവർക്ക് എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെ തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, MBA കഴിഞ്ഞു, MTech കഴിഞ്ഞു, ജോലി ആവണില്ല, എന്നും ടെസ്റ്റ് എഴുത്താണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അവരുടെയും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ജാതകം പരിശോധിക്കുക. അവരുടെ ജാതകം പരിശോധിച്ച് അവർക്ക് വ്യാഴം അനുകൂലമാണോ? അപ്പൊ ശരിക്കും വ്യാഴാനുകൂലം ഉള്ള ഒരു ജാതകത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദൈവാധീനം ഉണ്ടാവുക. അപ്പൊ വ്യാഴാനുകൂലമാണോ, ബുധാനുകൂലം ഉണ്ടോ, ഇവർക്ക് എന്തെങ്കിലും വക്രമുണ്ടോ, അതൊന്ന് പരിശോധിച്ച് അതിനുള്ള പരിഹാരം പറയാം ആദ്യം. 2, 10ാം ഭാവം കർമ്മസ്ഥാനം. ആ കർമ്മസ്ഥാനത്താരാണ്? കർമാധിപനാണ്. അവിടെ എന്തെങ്കിലും പ്രജാദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം പറയുകയും നിത്യം അവരുടെ ആ ദശനാഥനെ തൃപ്തിപ്പെടുത്തി ദൈവാധീനം നിലനിർത്തിപ്പോലുള്ള നാമജപവും അമ്പലവും ദർശനവും പറഞ്ഞു കൊടുത്താൽ, ജാതകം നോക്കാതെ നിവൃത്തിയില്ല കേട്ടോ, ആരുടെയും ജാതകം കാണും, ചെയ്താൽ 100% ഉറപ്പാണ് അവർ തൊഴിലിലെത്തിച്ചേരും. തൊഴിലുള്ളവരാണ് തൊഴിൽ പുരോഗതി കിട്ടും. പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കാണ് പ്രമോഷൻ കിട്ടും, വളരെ നന്നായിട്ട് കിട്ടും. ഇനി ഇതൊക്കെ പോട്ടെ, അഥവാ നല്ല തൊഴിലുണ്ട്, നല്ല പൈസ കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, നല്ല പൊസിഷനാണ്, ഗസറ്റർ റാങ്കാണ്, അങ്ങനെ ഒരാളുണ്ട്, പക്ഷെ അവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. പലരും പറയാറുണ്ട്, മാസം ഈ പറഞ്ഞ പോലെ 1,00,000 രൂപ അടുത്ത് സാലറി ഉണ്ട്, പക്ഷെ ഒരു 10ാം തീയതി ആകുമ്പോൾ 10 പൈസ ബാലൻസ് ഇല്ല. അപ്പോഴും തൊഴിൽ കൊണ്ട് പ്രയോജനമില്ലായ്മയാണല്ലോ അത് കാണുന്നത്.
ആ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലവിലുള്ള ദശാസമയം നോക്കുക. അദ്ദേഹത്തിന്റെ 10ാം ഭാവാധിപര് എന്തെങ്കിലും വ്യയസ്ഥാനത്താണോ നോക്കുക. അതിന് ഒരു പരിഹാരം കൊടുത്താൽ കിട്ടുന്ന പൈസ കൂടുതൽ കുടുംബത്ത് ഉപകരിക്കാൻ പറ്റും. തൊഴിൽ കിട്ടാന് ബിസിനസ് പോലെ തൊഴിൽ ചെയ്യുന്നവര്, തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, തൊഴിലുള്ളവർക്ക്, ആർക്ക് തന്നെ ആയാലും ആദ്യം അവരുടെ ജാതകവശാണ് നോക്കേണ്ടത്. ജാതകവശത്തിൽ കർമ്മസ്ഥാനാണ് നോക്കേണ്ടത്. കർമാധിപനെ നോക്കണം. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തെ നോക്കുക. അതിനു വേണ്ട നാമജപാദികളും കൃത്യമായ ക്ഷേത്രദർശനങ്ങളും പരിഹാരങ്ങളും ചെയ്യുക ആണെങ്കിൽ 100% എൻ്റെ ഫലത്തിലേക്ക് എത്തുന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാം. കാര്യം ബ്രാഹ്മണനാണ് ഞാൻ, തിരുമേനിയാണ്, ഒക്കെ ശരിയാണ്. ഈ ചില സമയങ്ങളിൽ മിസ്ഗൈഡിങ് ചെയ്യും, ആധ്യാത്മിക മിസ്ഗൈഡിങ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ കണ്ടാ പറയും, ഒരു സുദർശനയന്ത്രം അങ്ങോട്ട് കെട്ടിക്കോളൂ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു തകിട് അങ്ങ് തൂക്കിക്കോളൂ, 2000 രൂപ തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ഏലസ് ധരിക്കൂ എന്നൊക്കെ പറയും. ഞാൻ 100% ഉറപ്പിച്ചു പറയാം, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു പ്രയോജനം, നിങ്ങളുടെ കാശ് പോകും എന്നല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. ഒരു ഗ്രഹപ്പടാദോഷത്തെ ഒരു തകിട് കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഒരു ജാതകദോഷത്തെ ഒരു തകിട് കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഒരു ദൈവാധീനക്കുറവിനെ തകിട് കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഒരു ഈശ്വരാധീനക്കുറവിനെ ഒരു തകിട് കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഒരു യോഗത്തെ ഒരു ഏലസ് കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഇതിനൊന്നും ഏലസ് ഒന്നും ഒരു പരിഹാരമേ അല്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പൈസ മുടക്കാതിരിക്കുക. അറിയാവുന്ന ആരെങ്കിലും ആവട്ടെ, ഏത് മനുഷ്യരായാലും ആ ജാതകം ഒന്ന് കാണിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക, എൻ്റെ 10ാം ഭാവം എങ്ങനെയുണ്ട്, 10ാം ഭാവാധിപൻ എങ്ങനെയുണ്ട്, ബലവാനാണോ, ഞാൻ ആരെ പ്രാർത്ഥിച്ചാൽ 10ാം ഭാവത്തിന് ബലം കിട്ടും. ഈ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചാൽ മതി, നിങ്ങളുടെ കാര്യം ഉത്തമത്തിൽ നിന്ന് ഉത്തമത്തിലേക്കാവും. ഇത് ചോദിക്കാൻ ചെല്ലുന്നിടത്താണ് മറ്റേ ബിസിനസ് നടക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് തിരിയേണ്ട. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കോളൂ, അതിന്റെ ദേവീദേവന്മാരെ കണ്ടെത്തിക്കോളൂ, അവരുടെ പ്രാർത്ഥനകൾ തുടങ്ങിക്കോളൂ. തൊഴിൽപരമായി നിൽക്കുന്ന തടസ്സം മാറും, ഉള്ള തൊഴിലിന് വ്യത്യാസം വരും, പ്രൊമോഷൻ കിട്ടുന്നവർക്ക് പ്രൊമോഷൻ കിട്ടും, ജോലി പൊസിഷനായി ചെയ്യുന്നവർക്ക് ആ സമ്പത്ത് ഉപകാരപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അതിൽ ജാതകമാണ് പ്രാധാന്യം. ജാതകം ഇല്ലേ ഗ്രഹനില ആയാലും മതി, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ജാതകത്തിലാണ് യോഗം കിടക്കണേ, ജാതകത്തിലാണ് അവന്റെ വഴി പറഞ്ഞിരിക്കുന്നത്. അവൻ എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ്, ഏതാണ് എന്നുള്ളത് പറഞ്ഞു കിടക്കണേ. അതനുസരിച്ച് അത് നീങ്ങിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ 100% ഫലം കിട്ടും. ജാതകം ഇല്ലാത്തവർക്ക് രാശി വെച്ച്, പ്രശ്നം വെച്ച്, അതിന്റെ 10ാം ഭാവത്തെ വെച്ച് ഭഗവാൻ ആചാര്യനോട് തന്നെ ചോദിച്ച് എങ്ങനെ പരിഹാരം കണ്ടെത്തോ അങ്ങനെ കണ്ടെത്തിയാലും മതി. ഇപ്പൊ ചിലർക്ക് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഇല്ലാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കൃത്യമായി ജനനസമയം ഇല്ലാത്തവർക്കും കൃത്യമായി നക്ഷത്രം അറിയാത്തവർക്കും രാശി വെച്ചിട്ടായാലും കണ്ടുപിടിക്കാം. പക്ഷെ അതെല്ലാം പ്രാർത്ഥനകളിലേക്കോ നാമജപാദികൾക്കോ വഴിപാടുകൾക്കോ അറിയാവുന്ന ദശ കിട്ടുന്ന നാൾ വെച്ചുള്ള ദശ അനുസരിച്ചോ വഴിപാടുകൾ ആവണം ചെയ്യണം. അല്ലെങ്കിൽ രാശി കിട്ടുന്ന ഗ്രഹപ്പിഴയ്ക്ക് ആ ഗ്രഹത്തിന് ഏതാണോ ശക്തി പകരുന്നത്, 10ാം ഭാവത്തിന് ശക്തി പകരുന്ന ദേവൻ ഏതാണോ ദേവിയാണോ അവർക്കുള്ള വഴിപാടുകൾ കഴിച്ച് അതിന്റെ ഗ്രഹപ്രാദോഷങ്ങൾ മാറ്റി കർമ്മസ്ഥാനത്തിന് പുഷ്ടി ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ 100% തൊഴിൽ രംഗത്തുള്ളവർക്ക് മാറ്റം സംഭവിക്കും. ഏറ്റവും ആദ്യം കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാമജപം. ഇതിന്റെ കൂടെ ആ നാമജപത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അത് മുൻ എപ്പിസോഡുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായി ചെയ്തോളൂ. നന്ദി, നമസ്കാരം.